അമ്മ പതുക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. അമ്മ എപ്പോഴും സംസാരിക്കും. ഇനി മാതാവ് ചോദിക്കുന്നുണ്ട്, ഇനി വല്ലതും പ്രത്യേകം പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മാതാവ് ചോദിക്കുന്നുണ്ട്. പിന്നെ എഴുതിയ ബുക്കുണ്ട്, അത് മാതാവ് പറഞ്ഞു ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയ ബുക്ക് മേശയിലിപ്പുണ്ട്. എൻ്റെ പേര് ഏലിക്കുട്ടി. വീട്ടിൽ വിളിക്കുന്ന തങ്കമ്മ, മാതാവ് വിളിക്കുന്ന തങ്കമ്മ എന്നാ. 47 വർഷം മുമ്പ് രാത്രിക്ക് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് ഫാത്തിയ മാതാവ് വന്നു. ഫാത്തിയ മാതാവ് വന്ന് എന്നോട് അമ്മ സംസാരിച്ചു. അമ്മ എന്നോട് പറഞ്ഞു, ഞാനാ മകളെ പരിശുദ്ധ കന്യാമറിയം എന്ന് പറഞ്ഞിട്ട് അമ്മ കണ്ണടച്ചിട്ട് ഒന്ന് തുറന്ന് എന്നെ കാണിച്ചു. ഇനി അമ്മ ഉച്ചയായിരുന്നു. ഇപ്പം അമ്മ മാഞ്ഞു പോയി. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേനും എനിക്ക് അസുഖം തുടങ്ങി. ഛർദിയും തലകറക്കും അങ്ങനെ വിഷമമൊക്കെ ആയി. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ അമ്മ കുറേശ്ശെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മാതാവ് പറഞ്ഞു, മകളെ ബുക്ക് എടുക്കാൻ പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. 1997 എല്ലാ മതക്കാരുടെയും പേരമ്മയൊക്കെ എഴുതിക്കും, വീട്ടുപേരും എഴുതിക്കും. അങ്ങനെ കുറേ നാൾ എഴുതി. അപ്പോഴത്തേക്ക് 2003 അപ്പോഴത്തേക്ക് ഈശോ സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് ചെയ്യും. അപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, പിന്നെ മിറക്കിൾ കാണണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആണെന്ന് പറഞ്ഞു. 2003 മാഹിപ്പള്ളിയിൽ പോകാനിടയായി. അപ്പോൾ അന്ന് എൻ്റെ മകളെ കൊച്ചുണ്ടായിരുന്നു. 6 വയസ്സ് പ്രായമായ കൊച്ചാണ്. ആ കൊച്ച് ആ പൂമാല കെട്ടുന്ന സ്ത്രീകളുണ്ട് അവിടെ, പിറ്റേതിരിപ്പുണ്ട് കെട്ടുന്നുണ്ട്. ആ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഈ മുല്ലപ്പൂ താഴെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് വന്ന പൂവ് എടുത്തു. പെട്ടെന്ന് ഒരു സിസ്റ്റർ വന്നു, എവിടുന്നോ വന്ന് പറഞ്ഞു, ആ പൂവ് എടുക്കരുത് മകളെന്ന് പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ അങ്ങ് പോകുന്ന നടക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പോയിട്ട് സിസ്റ്റർ 2 വലിയ മുല്ലമാല കെട്ടുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. ഈ സിസ്റ്റർ കൊണ്ടുവന്ന പൂമാല ഞാൻ മേടിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഈ പൂമാല കണ്ടിട്ട് ഇത് ഭൂമിയെ കിട്ടിയ പൂമാലയല്ല, സ്വർഗത്തിൻ്റെ പൂമാലയാണ് ഞാൻ മനസ്സിൽ പറഞ്ഞിങ്ങനെ. എന്നിട്ട് ഈ പൂമാല തന്നിട്ട് സിസ്റ്റർ അങ്ങ് നടന്നു പോയി. ഒരു പൂമാല അമ്മത്തശ്ശയുടെ മുന്നേ തിരിച്ചു കൊണ്ട് വെച്ചു. ഒരു പൂമാല ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ കുഞ്ഞ് ചോദിച്ചു എന്നോട്, ഈ പൂമാല ആര് തന്നെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ നീ കണ്ടില്ലേ? അപ്പോൾ കൊച്ചു പറഞ്ഞു, ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. തിരിച്ച് മറിച്ച് ചോദിച്ചിട്ടും കൊച്ചു സമ്മതിക്കുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി, കൊച്ചു ഈ സിസ്റ്ററിനെ കണ്ടിട്ടില്ല, ഞാനേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒക്ടോബർ 21 കൊണ്ടുവന്ന പൂമാല ഡിസംബർ 31 വരെ വലുതായി. മാതാവ് പറഞ്ഞു പള്ളിയിലെ അച്ഛനെ അറിയിക്കാൻ പറഞ്ഞു. അച്ഛനെ അറിയിച്ചു. അച്ഛനെ വന്ന് കണ്ടു. പക്ഷേ ആർക്കൊന്നും പറയാൻ പറ്റിയില്ല. പൂമാല നൂലും വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ മാതാവ് ഞങ്ങൾ പറഞ്ഞു, മകളെ പ്രാർത്ഥന വെക്കാൻ പറഞ്ഞു ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ പ്രാർത്ഥന വെക്കുന്നേ? അപ്പം അമ്മ പറഞ്ഞു, ആലപ്പുഴ ജില്ലയിൽ മകളെ കിട്ടിച്ച് ആലപ്പുഴ ജില്ലയിലാണ്. അവിടെ അടുത്തുനിന്ന് ഒരു സ്ത്രീ ഞങ്ങൾക്കൊരു പുസ്തകം തന്നായിരുന്നേ. ലോകരക്ഷയ്ക്ക് വേണ്ടിയില്ല മധ്യസ്ഥ ജപമാല എന്നൊരു പുസ്തകമാണ്. ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് അടിച്ച പുസ്തകമാണ്. ആ പുസ്തകം ഉണ്ടായിരുന്നു ഇവിടെ. അത് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കുറേ പേര് വന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അതിനുശേഷം അങ്ങനെ പ്രാർത്ഥന തുടർന്ന് പോയി. അതിനുശേഷം പിന്നെ 2004 ആയപ്പോഴത്തേനും മാതാവ് പറഞ്ഞു, ഞാൻ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2004 നവംബർ മാസം 14 അമ്മ ഞങ്ങൾ കിടക്കുന്ന മുറിയായിരുന്നു. ആ കിടക്കുന്ന മുറി പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അതിൻ്റെ അടുത്ത വർഷം പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ പച്ചക്കട ഭാഗത്തൊരു കുറ്റ്യാടി ഭാഗത്തൊരു ഉരുൾപൊട്ടുണ്ടായിരുന്നു. ആ ഉരുൾ പൊട്ടി അന്ന് മാതാവ് രാത്രിക്ക് സിസ്റ്റർമാരുടെ വേഷത്തിൽ വന്നു. അത് മാഞ്ഞു പോവുമായത്. പിന്നെ വന്നിട്ടില്ല. പിന്നെ സംഭവം ഉണ്ടായത് പിന്നെ 2008 ഞങ്ങളുടെ പെരുവണ്ണാമൂഴി പള്ളി പൊളിച്ച് പണിത് പുതിയ പള്ളി പണിതു. പുതിയ പള്ളി പൊളിച്ച് കഴിഞ്ഞ് കുറച്ചപ്പോഴത്തേന് ഈശോ സംസാരിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യന്മാരെ പോലെ മാതാവും അതെ. 2008 വരെ എന്നെ കൊണ്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത്ര കാര്യം എഴുതിയിട്ടുണ്ട് എൻ്റെ. ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ചെതൽ പിടിച്ചരിച്ച ഓലപ്പര കാണിച്ചു. ഈ ചെതൽ പിടിച്ചരിച്ച ഓലപ്പരയാണ്. ആ ഓലപ്പര ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അത് ഏത് സമയവും താഴെ പോകാമെന്ന് പറഞ്ഞു. ഭൂമിയുടെ അവസ്ഥയെപ്പറ്റി ഈശോ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഈശോ പറയുന്നത് ഈ ആർഭാടങ്ങളും ആഘോഷങ്ങളേ ഉള്ളൂ, തമ്പുരാനൊന്നും മനസ്സിൽ കിട്ടുന്നില്ല. അതായത് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലെന്നർത്ഥം. കാതലായൊന്നുമില്ല. ഇത് ഞാൻ വീണ് സുഖമില്ലായിരിക്കുക. അപ്പോഴത്തേക്കും മാതാവൻ അടുക്കള വന്നു. ഫാത്തിയ മാതാവ്. ആ മാതാവിനെ നമുക്ക് നോക്കാൻ പറ്റില്ല. തിളങ്ങുന്ന അമ്മയാണ്. കൈ ചെങ്കോല്, തല കിരീടം വെച്ചുകൊണ്ട് അമ്മ വന്നത്. ആ അമ്മയെ നമുക്ക് നോക്കാൻ അത്രയ്ക്ക് കണ്ണ് പ്രകാശത്തിലെ അമ്മയാണ് വന്നത്.
അത് നവംബർ മാസം 16-നും മാസം 17-നും വന്നു. എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് പിന്നെയും വന്നു. 2 ദിവസം അടുപ്പിച്ച് വന്നു. അന്ന് അമ്മ പറഞ്ഞ്, മകളെ ഞാൻ പോകുന്നില്ല, ഞാൻ ആ മുറി കാണുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ ആ മുറി തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒന്നുകൂടെ വന്നിട്ടുണ്ട്. 2025 വന്നു. 25 മെയ് മാസം 15-ാം തീയതി ഭർത്താവിൻ്റെ അടുത്ത് വന്നു. ഭർത്താവിന് സുഖമില്ലാതിരിക്കുക. മാതാവ് ഒരുപാട് കാര്യം പറഞ്ഞു. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ വസ്ത്രദാനം ചെയ്ത രീതിയെപ്പറ്റി പറഞ്ഞു തന്നു. മാന്യമായിട്ട് വസ്ത്രദാനം ചെയ്തില്ലെങ്കിൽ തമ്പുരാൻ്റെ ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞു. മെയ് മാസം 29-ാം തീയതി അടുക്കള എൻ്റെ അടുത്ത് വന്നു. ഞാൻ പാത്രം കഴിയുമ്പോഴാണ് വന്നത്. അത് മാതാവ് ഉണ്ണീശയും വന്നത് IMS ധ്യാനകേന്ദ്രമുണ്ട് ആലപ്പുഴ. ആ ധ്യാനകേന്ദ്രത്തിലെ മാതാവ് ഉണ്ണീശയും വന്നത്. അടുക്കള വന്നു. അമ്മ എന്നിട്ട് ഉണ്ണീശ വന്ന് വേഗം പെട്ടെന്ന് എൻ്റെ തോളെ ചാടിക്കിടന്നു. അങ്ങ് ചാടിക്കിടന്നു. കുറച്ച് നേരം ഉണ്ണീശ ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കുട്ടി തോളെ ഇങ്ങനെ കിടന്നു. കുറച്ച് നേരം കാണുമ്പോൾ ഉണ്ണീശ ഏറ്റു മാതാവിനടുത്തേക്ക് പോയി. അത് പിന്നെ മാഞ്ഞു പോയി. അപ്പോൾ ഉണ്ണീശ പറഞ്ഞു ഞങ്ങളോട്, പേടിക്കണ്ട കേട്ടോ, ഞാൻ എല്ലാം തരും, അനുഗ്രഹിക്കും, പേടിച്ചണ്ട. ഉണ്ണീശ കുഞ്ഞു ഭാഷയാണ് സംസാരിക്കുന്നത്. പിന്നെ അവസാനം വന്നത് പിന്നെ ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച പകൽ 2 മണി ഞാൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരത്ത് മാതാവ് കുർബാനയായിട്ട് വന്നു. കുർബാന തന്നു. ചാവറേച്ചൻ കൂടെയുണ്ട്. പിന്നെ അമ്മ ത്രേസ്യ, അൽഫോൻസാമ്മ, സ്ലീഹ, പൗലോസ് ലീഹ, കുച്ചർസ പുണ്യതി, അങ്ങനെ തോമാസ് ലീഹ, അങ്ങനെ 10-16 വിശുദ്ധ. പാദ്രേബി അച്ഛൻ ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്. പാദ്രേബച്ചൻ കൊറോണയ്ക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് പാദ്രേബച്ചൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കുരിശ് വയ്ക്കുമ്പോൾ വന്നതാണ്. എൻ്റെ നെറ്റിയെ കുരിശ് വെച്ചു അച്ഛൻ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. തീമഴ പെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളത്തിന് വേണ്ടി മനുഷ്യന്മാരിങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഓടുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. 2047 ആകുമ്പോഴത്തേക്കും നരകമായിരിക്കും ഭൂമി എന്ന് പറഞ്ഞു. പിന്നെ 2018 വെള്ളപ്പൊക്കം, കേരളത്തിലെ ആ വെള്ളപ്പൊക്കവും നേരത്തെ പറഞ്ഞായിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ നേരത്തെ പറഞ്ഞായിരുന്നു. അതൊക്കെ 10-15 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അമ്മ എന്നെ പിന്നെ അടുക്കളയെ സഹായിക്കും. പുട്ടിൻ്റെ പൊടി നനയ്ക്കാൻ ഈ കൈ ഇങ്ങനെ വെട്ടാൻ പറ്റിയല്ല. വിഷമമാണ്. അമ്മ എൻ്റെ കൈക്ക് ശക്തി തന്ന അമ്മ പ്രത്യേക രീതി അമ്മ കുഴച്ച് തരും. അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മയാണോ എന്ന് ചോദിച്ചു. ആദ്യം പറയും. പിന്നെ ഇവിടെ ഇടയ്ക്ക് സിസ്റ്റർമാർക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ചപ്പോൾ അപ്പോൾ അമ്മ പ്രത്യേകമായിട്ട് അതിൻ്റെ പറയും. അമ്മയും കൂടെ കൂടും, സഹായിക്കാൻ കൂടും. അപ്പം ഞാൻ ഇവിടെ കപ്പയൊക്കെ വയ്ക്കുമ്പം അങ്ങനെ ഇളക്കാനൊക്കെ ഉണ്ടല്ലോ, മാതാവ് തന്നെ ഇളക്കത്തരും. അത് ശരിക്കും അത് അറിയാം. ഞാനല്ല, എൻ്റെ കൈയല്ലത്. നമുക്ക് നമ്മുടെ കൈയുടെ മൊത്തം അറിയാമല്ലോ. പിന്നെ ഇടയ്ക്ക് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ കേൾക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രസംഗം കേൾക്കാം. സ്വർഗത്തിൽ നോക്കിയാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സഭയെക്കുറിച്ചും വൈദികരെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നല്ല മുഴക്കത്തിൽ സംസാരിക്കുന്നത് കാണാം. പിന്നെ ഈശോ ഇടവില്ലാതെ രാവും പകലും സംസാരിക്കുന്നുണ്ട്. രാവും പകലും ഈശോ സംസാരിക്കുന്ന ആരും അറിയില്ല. പിന്നെ ഈശോ പഠിപ്പിച്ചാണ് പ്രാർത്ഥനകളുണ്ട്. ബൈബിളിൻ്റെ പ്രാർത്ഥനയാണ്, യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥന നിരന്തരമായി ചെല്ലാൻ ഈശോ പറയും. അത് ചെല്ലുമ്പോൾ ഈശോയ്ക്ക് ആശ്വാസമാണെന്ന് പറഞ്ഞത്. ആഹാരം ചോദിക്കും ഈശോ. ഈശോയുടെ ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാണ്. ഈശോയ്ക്ക് വിശപ്പുണ്ട്, ഈശോയ്ക്ക് ദാഹമുണ്ട്, പരവേശമുണ്ട്. ഇടയ്ക്ക് ഈശോ പറയും, മകളെ 50 ഗ്ലാസ് വെള്ളം തന്നാലും എനിക്ക് എൻ്റെ ദാഹം തീരുകയെന്ന് പരവേശം ഈശോയ്ക്കെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥനയിൽ കാഴ്ച കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ഈശോ രണ്ടും പറയും, ഇടയ്ക്ക് പറയും, തമാശ പറയാം കേട്ടോ, ഇത്രയും പ്ലാവ് ഞാൻ വെച്ച് കൊടുക്കും, പക്ഷേ ഒരു ചക്കച്ചല പോലും ആൾക്കാരുടെ എനിക്ക് തരികയെന്ന് പറയും. ഇനി ഞാനിവിടെ ഓറഞ്ച് കൊടുക്കും. പക്ഷേ അപ്പം തണുപ്പിച്ചോറിന് മതി, തണുപ്പിച്ചോറിന് വേണം. അപ്പോൾ തണുപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥനയുണ്ട്. എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് 3 തണുക്കുമെന്ന് ഈശോ പറയുന്നത്. അപ്പോൾ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക. ശുദ്ധിയുടെ ആത്മാക്കളാണ്. അവരൊരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട്. ശുദ്ധിയാത്മാക്കൾ വരുന്നുണ്ട്. എൻ്റെ രാത്രി കിടക്കുമ്പോൾ ഞാൻ കാണാം. അപ്പോൾ കൊന്തയിൽ നേരത്തെ അവർ ഭയങ്കരമായി അവിടെ കരച്ചിൽ കേൾക്കാൻ പറ്റിയല്ല, ദീനരോധനം അവരുടെ. അപ്പോൾ അവരവിടെ നാക്ക് കാണിച്ചിട്ട് പറയും, ഈ നാവ് കൊണ്ട് ഞാൻ തെറ്റിയതെന്ന് പറയും, ഈ കൊണ്ട് ഞാൻ തെറ്റിയെന്ന് പറയും, ഇനി ഈ ഗതി ആർക്കും വരാതിരിക്കട്ടെന്ന് പറയും. അതിപ്പം കുറേ നാളായി, ഒറ്റ കാലമായി ഇതാൽമാക്കടെ. പിന്നെ എൻ്റെ ഈ ഒരു കാലം എപ്പോഴും നീറിക്കൊണ്ടിരിക്കും. അതൊരു കുറേ വർഷമായി. അപ്പം ഞാനത് ആത്മാക്കളും കൂടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ വേദന. വിശുദ്ധ കുർബാനയെപ്പറ്റി ഈശോ പറഞ്ഞു, ഞാൻ തന്നെയാണ് മകളെ, അത് എപ്പോഴും പറയും. കുർബാന ഞാൻ തന്നെയാണ്, പക്ഷേ അത് യോഗ്യത കൂടാതെയാണ് പലരും അത് സ്വീകരിക്കുന്നത് പറയും. യോഗ്യത ഇല്ലാതെ തന്നെ സ്വീകരിക്കുക, അത് പാടിയെന്ന് എപ്പോഴും ഈശോ പറയും. പിന്നെ ഈശോ ക്ഷമിക്കും. പിന്നെ ഈശോ പ്രത്യേകം പറയാറുണ്ട്, ഒരു 10-45-50 കഷ്ടിച്ച് ഈശോ ക്ഷമിക്കുമെന്ന് പറയും. കാരണം പക്വത വരാൻ ചിലർക്ക് പ്രായമാകും. എല്ലാവർക്കും പെട്ടെന്ന് പക്വത വരികയില്ല. ഈശോ പറഞ്ഞു പക്വത വരണമെങ്കിൽ കുറച്ച് പ്രായമാകും. അപ്പോൾ അതനുസരിച്ച് ഈശോ ക്ഷമിക്കും. ഈശോ ഓരോ ആത്മാവിനെയും കാത്തിരിക്കുമെന്ന് പറഞ്ഞു. ഓരോ വീട്ടിലും ഈശോ മുട്ടുന്നുണ്ട്, കാത്തിരിക്കുകയാണ്. പക്ഷേ അതാരും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറഞ്ഞു. എല്ലാവർക്കും അവനവൻ്റെ കാര്യം, ഭൗതികമായ കാര്യങ്ങളാണ് വേണ്ടത്. ആത്മീയമായ കാര്യത്തെക്കുറിച്ച് ആർക്കും അത്ര താല്പര്യമില്ല. ഉള്ളവരുണ്ട്, എല്ലാവരെയും പറ്റിയല്ല, കുറേ പേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക,
അതേപറ്റി പറയും അവിടെ ദുഃഖങ്ങൾ ആരും അറിയില്ലെന്ന് പറയും. അവരെപ്പറ്റി പ്രത്യേകം പറയും അവിടെ ഏകാന്ത ദുഃഖങ്ങൾ ആരും അറിയാം, ഈ കർത്താവിന് അറിയാമെന്ന് പറയും. ഈശോയ്ക്ക് അറിയാം ഓരോ മനുഷ്യൻ്റെ, അത് മനുഷ്യൻ്റെയും ദുഃഖങ്ങളാണ്. ഓരോ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല. തോന്നലല്ല, ഞാൻ ദർശനത്തിൽ കാണുന്ന കാര്യം ഈ പറയുന്നത്. ദർശനത്തിൽ ഞാനിത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. പല അച്ഛന്മാരോടും പറഞ്ഞു, ഒരുപാട് അച്ഛന്മാരെ സമീപിച്ചു, പക്ഷേ ആരും കൈക്കൊള്ളുന്നില്ല, ആർക്കും ഒന്നുമില്ല. അതാ കർത്താവ് ദർശനം ഞങ്ങളെ കൊണ്ട് തന്നെ അവസാനിപ്പിച്ചു. സംഭവം തുടങ്ങിയിട്ട് 2000 മുതൽ ഞാൻ എന്നെ കൊണ്ട് ബുക്കിൽ എഴുതുന്നതാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.